ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ലാലേട്ടന്റെ പുതിയ ബനാന ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചൂടാക്കുന്നുണ്ടേ. പാനിലിട്ട് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് ബനാന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് കുറച്ച് ബനാന വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കൊണ്ട് വന്നേട്ടോ. അത് നെയ്യിലിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് നെയ്യിൽ കിടന്ന് റെഡിയായ ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും നെയ്യും പഴവും ഒക്കെ കൂടി ഒന്ന് വറുത്തി എടുക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ശർക്കര ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കരയും നെയ്യും പഴവും തേങ്ങയും എല്ലാം കൂടിയായിട്ട് ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. അതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് വറുത്തി എടുക്കുന്നുണ്ട്. അത് എന്നിട്ട് ഞാൻ വരട്ടി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അതിലോട്ട് കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന ഫ്ലേവർ ഒന്നുമില്ല, എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഐസ്ക്രീമാണ് ഞാൻ വെച്ച് കൊടുത്തത്. അതിലിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കാഷ്നട്ട് വീട്ടിലുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് ഡേറ്റ്സും ഉണ്ടായിരുന്നു. പിന്നെ ഞാനായിട്ട് അതൊന്നും കുറച്ചില്ല, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാമല്ലോ, എങ്ങനെയായിരിക്കും നോക്കാന്ന് വിചാരിച്ചു. ഞാൻ എടുക്കുന്നുണ്ട്, അത് നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ. ഐസ്ക്രീമും പഴവും നെയ്യും ഡേറ്റ്സും നട്ട്സും എല്ലാം കൂടി മിക്സ് ആയിട്ട് അടിപൊളി ഡെസേർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ആഹാ.